പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഡൽഹിയിലെ ഉന്നത പാക് നയതന്ത്രജ്ഞനെ അർദ്ധരാത്രി വിളിപ്പിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനം കൈമാറി. നയതന്ത്ര കാര്യാലയത്തിലെ സൈനിക അറ്റാഷെകളെ ഒഴിവാക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് കൈമാറിയത്. ഇതിനിടെ പാക് സർക്കാരിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ തടഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ വൈകിട്ട് 6 മണിക്ക് ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇന്ത്യൻ നടപടിയിൽ പാകിസ്ഥാനിലും തിരക്കിട്ട കൂടിയാലോചനകളാണ്. സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത് പാകിസ്ഥാന് വൻ തിരിച്ചടിയാണ്. ഭീകരാക്രമണത്തിലെ ആരോപണങ്ങൾ പാകിസ്ഥാൻ അതിനിടെ തള്ളി. പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പെഹൽഗാമിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയ വിവരങ്ങളുമായി. ബൽറാം, ഈ ജമ്മുകശ്മീരിൽ ഇപ്പോൾ സൈനികരുടെ വലിയൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. നേരത്തെ സൈനികന് വീരമൃത്യു, കൂടാതെ ഭീകരരുടെ മരണം, ഇതെല്ലാം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി അവിടെ നൽകാനുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ജമ്മു കശ്മീരിൽ ഈ ഭീകരാക്രമണം ഉണ്ടായ മേഖലയിൽ ഇപ്പോൾ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ച്, അത് പ്രത്യേക സംഘത്തെ വിന്യസിച്ച് അവർ ഇപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിൽ പ്രത്യേക നിയന്ത്രണം ഇതിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബൈസരനിലെ ഈ പുൽമൈതാനത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെ ജമ്മു കശ്മീർ പോലീസിൻ്റെയും CRPFിൻ്റെയും പ്രത്യേക സംഘങ്ങൾ എത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായുള്ള പരിശോധനയാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ എത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് ആ ബൈസരൻ ഭീകരാക്രമണം ഉണ്ടായ പ്രദേശത്തിന് തൊട്ട് താഴെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് തന്നെ ഈ പൈൻമരക്കാടുകൾ ഇടതൂർന്ന് തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ് എന്നതുകൊണ്ട് തന്നെ ഭീകരവാദികൾക്ക് ഇവിടെ ഒളിത്താവളം അനായാസം കണ്ടെത്താൻ കഴിയും എന്നാണ് സുരക്ഷാ സേന കണക്കാക്കുന്നത്. നേരത്തെ തന്നെ നടപടികൾ എടുത്ത ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു മേഖലയിൽ നിന്നും ഭീകരർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ വനമേഖല ഉൾപ്പെട്ട പ്രദേശത്ത് എവിടെയോ ഭീകരർ ഒളിച്ചു കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. 2 ദിവസത്തിനകം അധികം അവർക്ക് ഈ ഒരു പ്രദേശത്ത് ഒറ്റയ്ക്ക് കഴിയാൻ കഴിയില്ല എന്നാണ് കണക്കാക്കുന്നത്. ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ ഇവരുടെ നീക്കം അത് പ്രദേശവാസികൾ അറിയാതിരിക്കില്ല. അങ്ങനെയെങ്കിൽ ആ വിവരം ലഭിക്കുന്നതിനായി പ്രദേശവാസികളിലെ ഉൾപ്പെടെ വിവരങ്ങൾ ചോദ്യം ചെയ്യൽ നടപടികൾ ഉൾപ്പെടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനമായി തന്നെ തെരച്ചിൽ ഈ ഒരു വനമേഖലയിലെ ഓരോ ഇഞ്ചും അരിച്ചു പെറുക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ സുരക്ഷാ സേന. ജമ്മു കശ്മീർ പോലീസിന്റെ പ്രത്യേക കമാൻഡോ സംഘമുണ്ട്, CRPFിന്റെ പ്രത്യേക സംഘമുണ്ട്. അവർ ഇന്ന് രാവിലെ 2 തവണ 2 ഹെലികോപ്റ്ററുകളിലായി വനമേഖലയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. അത്തരത്തിൽ അസ്വാഭാവികമായ നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള നിരീക്ഷണം നടത്തിയിരുന്നു. ഇതുകൂടാതെ ഈ വനമേഖലയിൽ പരിശോധന നടത്താൻ ആവശ്യമായ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. CRPFിന്റെ ഭാഗത്തു നിന്നും പ്രത്യേക വാഹനങ്ങൾ, ഈ ചെളിയിലൂടെ സഞ്ചരിക്കാൻ കഴിയാവുന്ന പ്രത്യേക വാഹനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അനുജ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടേക്ക് കയറി വരുന്ന വഴിയാണ് ഇത്. മുഴുവനായും തന്നെ ചെളി നിറഞ്ഞ ഒരു പ്രദേശം ആണ് ഈ ഒരു സ്ഥലം എന്നുള്ളത്. ഇതിലൂടെ കുതിരകൾ വഴിയോ മനുഷ്യൻ നടന്നോ മാത്രമേ കയറാൻ കഴിയൂ. അതും ഏറെ ശ്രമകരമായ ദുർഘടമായ ഒരു ദൗത്യമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ആ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ ഇവിടെ നിന്നും ആളുകൾ ഭയന്ന് ജീവൻ രക്ഷിക്കാനായി ഓടി രക്ഷപ്പെട്ടതാണ്. ഈ വഴിയിൽ പലരും വീണ് പാടുകൾ ഉൾപ്പെടെ ഈ മണ്ണിൽ ഇപ്പോഴും പുതഞ്ഞ് നമുക്ക് കാണാനാകും. ചെരുപ്പുകൾ, കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും അടക്കമുള്ള ചെരുപ്പുകൾ ഇവിടെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഈ ദൃശ്യങ്ങളിൽ തന്നെ ഈ ഒരു ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ചെരുപ്പുകളും വെള്ളക്കുപ്പികളും അടക്കമുള്ള സാമഗ്രികളുടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്രത്തോളം ഭയന്നാണ് ഇവിടെ നിന്നും ആളുകൾ ആ ഒരു ഘട്ടത്തിൽ രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ഭീകരരെ കണ്ടെത്തണം എന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്. അവരുടെ ഉപജീവന മാർഗം അത് ഒരു ചോദ്യചിഹ്നമാക്കിയിരിക്കുകയാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ. അവർക്ക് വരുമാനം കിട്ടുന്ന ഏക 5 മാസങ്ങളാണ് ഈ ടൂറിസ്റ്റ് സീസൺ എന്നുള്ള ഏപ്രിൽ മുതലുള്ള 5 മാസം. ആ സമയത്ത് കൃത്യമായി തന്നെ ഉണ്ടായ ഭീകരാക്രമണം അത് അവരെ വലിയ തോതിൽ തന്നെ ബാധിച്ചിരിക്കുന്നു. അത് അവരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ മേഖലയിൽ തെരച്ചിൽ സജീവമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുജ, അതാണ് ഈ ആക്രമണമുണ്ടായ ഇടത്തു നിന്ന് തൊട്ട് അടുത്ത സ്ഥലത്ത് നിന്നാണ് ബൽറാം നെടുങ്ങാടി തത്സമയ വിവരങ്ങൾ നൽകിയത്. അവിടെ എത്ര ദുഷ്കരമാണ് അത് ആ പ്രദേശത്തു കൂടിയുള്ള യാത്ര എന്നതൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ചെളി നിറഞ്ഞു കിടക്കുന്ന ഇടത്തുകൂടെ അവിടെ ഇപ്പോഴും രക്ഷപ്പെട്ട് ഓടിയ ആളുകളുടെ ചെരുപ്പുകളും വെള്ളക്കുപ്പികൾ ഉൾപ്പെടെ ഉള്ളത് കാണാൻ കഴിയുന്നുണ്ട്. വനമേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടാകാം എന്ന നിഗമനത്തിൽ തെരച്ചിൽ തുടരുകയാണ്. 2 ദിവസത്തിനുള്ളിൽ അപ്പുറത്തേക്കൊന്നും അവർക്ക് അവിടെ കഴിഞ്ഞുകൂടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിവേഗം തന്നെ അവരെ പിടികൂടാൻ കഴിയും എന്നുള്ള പ്രത്യാശയിലാണ് സൈനികർ ഉള്ളത്.